ഹലോ, എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് സ്ട്രീമായിരുന്നു. ഞാൻ CUET അപ്ലൈ ചെയ്ത പേപ്പേഴ്സ് ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. ഫേസ് 3 എൻ്റെ എക്സാം നടന്നിരുന്നത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നോർമൽ ആ പാറ്റേൺ തന്നെ. റീഡിങ് കോംപ്രിഹെൻഷൻ, പിന്നെ ഗ്രാമർ, സിനോണിംസ്, ആൻറ്റണിംസ്, അങ്ങനെയൊക്കെയായിരുന്നു വന്നിരുന്നത്. റീഡിങ് കോംപ്രിഹെൻഷനിൽ എനിക്ക് 2 പാസേജസും ഒരു പോയവും ആയിരുന്നു വന്നിരുന്നത്. പോയം സിമ്പിളായിരുന്നു, സോളിറ്ററി റീപ്പർ എന്നുള്ള ആ ഒരു പോയമായിരുന്നു വന്നിരുന്നത്. പിന്നെ ഗ്രാമർ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ ഗ്രാമറിൻ്റെ തിയറി പാർട്ടിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫോറിൻ വേർഡ്സ് ആയിരുന്നു. അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ അത് വേർഡ് റൂട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷിൽ എനിക്ക് അനാലജി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വന്ന സിനോണിംസും ആൻറ്റണിംസും ഇഡിയവും കുഴപ്പമുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ജനറൽ ടെസ്റ്റ് ഞാൻ വളരെയധികം ടെൻസ്ഡായിരുന്നൊരു പേപ്പർ ജനറൽ ടെസ്റ്റാണ്. പക്ഷേ വിചാരിച്ചത്ര ടെൻഷനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ശരിക്കും പറയുക. കാരണം ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസും എനിക്ക് ചെയ്യാവുന്ന ലെവലിലായിരുന്നു. എനിക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല. GK നിന്നും പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് അതിൽ നിന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. GK ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ബാക്കി സെക്ഷൻ നോക്കുകയാണെങ്കിൽ ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റാങ്കിങ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, ബ്ലഡ് റിലേഷൻ ഉണ്ടായിരുന്നു, അനാലജി ഉണ്ടായിരുന്നു, പ്രോഗ്രഷൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു, പിന്നെ ട്രിഗ്നോമെട്രി ഉണ്ടായിരുന്നു. ഓവറോൾ ഒരു 60 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻസ്, 50ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്, 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിരുന്നു ജനറൽ ടെസ്റ്റ്. പിന്നെ ഡൊമൈൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഡൊമൈൻ പേപ്പർ. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാൾ ഒരുപാട് ഹൈ ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതെന്ന് എനിക്ക് തോന്നി. കാരണം വളരെ മൈക്രോ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോ ആയിട്ടുള്ള കോണ്ടന്റിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് വന്നു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ചാപ്റ്റർ 7 വിജയനഗര എംപയർ, ആ ലെസണിൽ നമ്മൾ വിജയനഗരത്തിൻ്റെ പല ആസ്പെക്ട്സും പഠിക്കുന്നത് ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സിൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ടാണ്. ഞാൻ ആ ആസ്പെക്ട്സ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അവരുടെ അക്കൗണ്ട്സ് അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 ക്വസ്റ്റ്യൻസ് വന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പേഴ്സിൻ്റെ വാക്കുകൾ തന്നിട്ട് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഹിസ്റ്ററി ഓവറോൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റി. 3/4 ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് തന്നെ ആയിരുന്നു. സോ കുറച്ച് ടഫായിരുന്നു ഹിസ്റ്ററി. ജിയോഗ്രഫി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ, കൺട്രീസിനെയും കോണ്ടിനെൻറ്റ്സിനെയും പിന്നെ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. മാപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല. പിന്നെ അടുത്ത പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ പൊളിറ്റിക്സും കഴിഞ്ഞ വർഷത്തെ അതേ ലെവലിൽ തന്നെ ആയിരുന്നു, സിമ്പിളായിരുന്നു. അവിടെയും ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഇയേഴ്സ് ഉണ്ടായിരുന്നു, ലീഡേഴ്സിനെ പറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസേജും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ജോഗ്രഫിയിലും ഉണ്ടായിരുന്നു പാസേജസ്. ഒരെണ്ണം പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിനായിരുന്നു. പൊളിറ്റിക്സിൽ പാസേജ് വന്നത് ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ള ടോപ്പിക് തന്നെയായിരുന്നു, ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി. അടുത്ത എക്കണോമിക്സ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ പേപ്പർ എക്കണോമിക്സ് ആണ്. കഴിഞ്ഞ വർഷത്തെ പേപ്പർ കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം സിമ്പിളായിട്ട് തോന്നി എക്കണോമിക്സ്. കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നത് മാക്രോയിൽ നിന്നും ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നുമായിരുന്നു. മൈക്രോയിൽ നിന്നാകെ എനിക്ക് തോന്നുന്നു 3-4 ക്വസ്റ്റ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് ചോദിച്ചതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാക്രോയിൽ നിന്ന് മാത്രമാണ് 1-2 ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്കണോമിക്സിൽ എന്തെങ്കിലും ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു പറയാനായിട്ട്. ബാക്കിയെല്ലാം സിമ്പിളായിരുന്നു എക്കണോമിക്സിൽ. എനിക്കത് 3 പ്രോബ്ലംസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിൽ 45 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് കുറവായിരുന്നു. ബാക്കിയെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡും 1 വേർഡ് ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ
ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ ടെസ്റ്റ് മാത്രമാണ് ടൈം ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ആവശ്യത്തിന് ടൈം കിട്ടി. ഞാൻ പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് TU, ജാമിയ, ഹൈദരാബാദാണ്. CUET എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു CBT ആയിട്ടുള്ളൊരു എക്സാം എഴുതുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് മാറി. രണ്ടാമത്തെ ദിവസം നല്ലോണം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. പ്രിപ്വൈസിൻ്റെ ഫുൾ പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 2023 ഫെബ്രുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇതിൽ. അപ്പോൾ ക്ലാസ്സസൊക്കെ എനിക്ക് വേണ്ട പഠിക്കേണ്ട ക്ലാസ്സുകളൊക്കെ കണ്ടു, പ്ലാൻ വായിച്ചു, മോക്ക് ടെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത പ്രിപ്വൈസിൻ്റെ മെറ്റീരിയൽ എന്തായാലും സ്പെഷ്യൽ വാൻ തന്നെ ആയിരുന്നു. സ്പെഷ്യൽ വാൻ പ്ലസ് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കിയത്. പ്രിപ്വൈസായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. എൻ്റെ മെൻറ്റേഴ്സ് ആദ്യം സിട്ര മാം ആയിരുന്നു, പിന്നീട് ഇസ മാം ആയി. രണ്ടുപേരും എൻ്റെ ക്വയറീസിനെല്ലാം ആൻസർ തന്നു. എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു. താങ്ക് യു.